DNEയുടെ ഒരു അഭിമാന പ്രൊജക്റ്റാണ് സിൻഡിക്കേറ്റ് മോൾ. പാലക്കാട് ജില്ലയിൽ വിളയൂര് പഞ്ചായത്തിൽ കരിങ്കനാട് കൊപ്പത്തുള്ള ഈ ഒരു പ്രൊജക്ട്. ആദ്യമൊക്കെ ആ പ്രദേശം അറിയുന്നവർക്കറിയാം, പാലക്കാടിൻ്റെയും പട്ടാമ്പിയുടെയും ഇടയിൽ വളരെ റൂറലായിട്ട് ആൾക്കാരൊന്നും ഇല്ലാതെ റോഡൊക്കെ വളരെ മോശമായി കിടന്നിരുന്ന ഒരു പ്രദേശം ബിഫോർ കൊറോണ. ആഫ്റ്റർ കൊറോണ ആ പ്രദേശത്തിൻ്റെ മാറ്റം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. റൂറൽ ഏരിയ ഒക്കെ മാറി നഗരത്തിൻ്റെ എല്ലാ ഫെസിലിറ്റിയുള്ള ഒരു സ്ഥലമായി മാറി. തൊട്ടടുത്ത ടൗണിൽ നിന്നൊക്കെ അങ്ങോട്ട് വന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിൻഡിക്കേറ്റ് സിനിമാസ് എന്ന വലിയൊരു സംഭവം അവിടെ വന്നതോടുകൂടി ആ പ്രദേശത്തിൻ്റെ വൈബൻ അങ്ങോട്ട് മാറി. ഹായ്, നമസ്കാരം. എൻ്റെ പേര് യൂനുസ്. ഞാൻ സിൻഡിക്കേറ്റ് മാളിൻ്റെ CEO ആണ്. ഈ കോവിഡ് സമയത്താണ് കേരളത്തിലേക്ക് അതിൻ്റെ സിൻഡിക്കേറ്റ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കാലം എന്ന് പറയുന്നത് കോവിഡ് സമയത്ത് രാജ്യത്ത് എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും സ്തംഭിച്ചൊരവസ്ഥയിലാണ്. നമ്മൾ വളരെ തകൃതിയായി ഏതാണ്ട് കോവിഡ് കഴിഞ്ഞതോടുകൂടി ഈ മാള് ഭാഗികമായി പ്രവർത്തനക്ഷമമാകുകയാണ് ചെയ്തത്. മാളിൻ്റെ കൺസൾട്ടൻ്റായി വന്നത് DNE എന്ന് പറഞ്ഞ കോട്ടക്കലിലൊരു സ്ഥാപനമാണ്, കൺസൾട്ടൻസ് ആണ്. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ തുടക്കം 3 തിയേറ്ററുകളുടെ ഉദ്ഘാടനത്തോടു കൂടിയിട്ടാണ് വന്നത്. ഞങ്ങൾക്ക് 3 അന്താരാഷ്ട്ര നിലവാര തിയേറ്റർ സമുച്ചയം മുകളിലുണ്ട്. ഡോൾബി തന്നെ വിധാനങ്ങൾ ചെയ്യുക കേരളത്തിലെ അപൂർവം തിയേറ്ററുകളിൽ ഒന്നാണ്. 2022 അത് പ്രവർത്തനക്ഷമമായത്. അതിനുശേഷം അതിന് മുകളിലായിട്ട് ഒരു ചെറിയ കൺവെൻഷൻ ഹാളുണ്ട്. ഏതാണ്ട് 200 പേർക്ക് അറ്റൻഡ് ചെയ്യാൻ നേരത്തുള്ള ഒരു കൺവെൻഷൻ ഹാൾ. ഈ സിൻഡിക്കേറ്റ് ഗ്രൂപ്പിനായിട്ട് നമ്മൾ കണക്ട് ആവുന്നത് ഇതിന് മുന്നേ മലപ്പുറം ജില്ലയിൽ ബാബു വഹാബ് സാറിൻ്റെ ഒരു സിൻഡിക്കേറ്റ് ഓഡിറ്റോറിയം ചെയ്തിട്ടാണ്. കസ്റ്റമർ പലപ്പോഴും തിയേറ്റർ സ്പേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ സീറ്റിംഗ് ചെയർസ് അറേഞ്ച് ചെയ്യുക എന്നതിലുപരി കസ്റ്റമേഴ്സിന് വ്യൂവേഴ്സിന് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ ശരിക്ക് സ്ട്രിഞ്ചൻ്റ് ആയിരുന്നു വൈൽ അപ്രോച്ചിങ് ദ പ്ലാൻ വിത്ത് ദ കസ്റ്റമർ. ഞങ്ങൾ ശരിക്ക് നോർമൽ തിയേറ്റേഴ്സിലും അവൈലബിൾ ആയിട്ടുള്ള ലെഗ് റൂംസിൽ നിന്ന് കൂടുതലും, പിന്നെ മാത്രമല്ല വേൾഡ് ക്ലാസ് സൗണ്ട് സിസ്റ്റം, അക്കോസ്റ്റിക് മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് ആ തിയേറ്റർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡ്യൂറിങ് അവർ പ്ലാനിങ് സിറ്റുവേഷൻ ആ ഏരിയ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിരുന്നു. ഒരു 15 കിലോമീറ്റേഴ്സ് ദൂരത്തിലുള്ള പെരിന്തൽമണ്ണ, അതുപോലെ 15 കിലോമീറ്റേഴ്സ് ബിഹൈൻഡ് ദ വാസ് കോപ്പം. വിത്തിൻ ദീസ് 15 കിലോമീറ്റേഴ്സ് സ്പാൻ ആ ഏരിയ കംപ്ലീറ്റ്ലി ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്ട് പ്ലേസ് ആയിരുന്നില്ല. പിന്നീട് നമ്മൾ ഈ പ്രോജക്റ്റ് വെച്ച് ക്രൗഡിനെ അങ്ങോട്ട് കൊണ്ടുവന്ന ഒരു ടൗൺഷിപ്പ് ആക്കി മാറ്റുന്നുണ്ടായി.